അപ്പോൾ ഇങ്ങനെയുള്ള സ്പീക്കറൊക്കെ നിങ്ങളോട് ഉപയോഗിക്കാതെ കിടപ്പുണ്ടോ? എങ്കിൽ നമുക്ക് ഇതിനൊരു കുഞ്ഞ് ബ്ലൂടൂത്ത് സ്പീക്കറാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ഈ സ്പീക്കറിന്റെ സ്ക്രൂ റിമൂവ് ചെയ്ത ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിനകത്തിരിക്കുന്ന സ്പീക്കറിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്തിരിക്കുന്ന സ്പീക്കർ 4 ഓംസിൻ്റെ 3 വാട്ടിൻ്റെ ഒരു സ്പീക്കറാണ്. ഇനി ഈ ഒരു നോർമൽ സ്പീക്കറിനെ ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന നമുക്കൊരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് ഓക്സ് സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് USB പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഒരു മൈക്രോ USB ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സോങ് കേൾക്കുന്ന സമയത്ത് നെക്സ്റ്റും പ്രീവിയസ് അടിക്കാനുള്ള ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് LED ഔട്ട് എടുക്കാനുള്ള ഒരു പോയിന്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡിൽ നിന്ന് സ്പീക്കറിലോട്ടും അതുകൊണ്ട് തന്നെ ബാറ്ററിയിലോട്ട് പോകാൻ വേണ്ടി 2 വയർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ജസ്റ്റ് പിൻ ചെയ്തെടുത്താൽ മതി. അതുകൊണ്ട് ഒത്തിരി സോൾഡിങ്ങിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇനി ഈ ഒരു മൊഡ്യൂൾ നമ്മുടെ സ്പീക്കറിന്റെ ബോഡിയിലോട്ട് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഈ മൊഡ്യൂളിന്റെ അളവിൽ ഈ സ്പീക്കറിന്റെ ബോഡിയിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സോൾഡറിംഗ് ആയിട്ട് തുമ്പത്തൊട്ട് ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മൊഡ്യൂൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് സപ്പോർട്ടായിട്ട് ഞാൻ 2 ചെറിയ പ്ലാസ്റ്റിക്കിന്റെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ബാറ്ററിയുടെയും സ്പീക്കറിന്റെയും 2 വയർ നമുക്ക് പിൻ ചെയ്തെടുക്കാം. ഇനി ഈ മൊഡ്യൂളിൽ നിന്നും ബാറ്ററിയിലേക്കുള്ള കണക്ഷനിൽ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാൻ പാടില്ല. എന്നിട്ട് ഈ വയർ ഷോർട്ട് ആയിരിക്കാൻ വേണ്ടി നമുക്ക് ഇൻസുലേഷൻ ഇട്ടെടുക്കാം. ഇനി ഈ മൊഡ്യൂളിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്കൊരു ബ്ലൂ ലൈറ്റ് തെളിഞ്ഞായിട്ട് കാണാൻ കഴിയും. ഇനി ഇതിനകത്ത് ബാറ്ററി ചാർജ് ചെയ്യുന്നവരെ കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ പവർ ബാങ്ക് എന്നൊരു ഇൻപുട്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇത് ഈ മൊഡ്യൂളിൻ്റെ മൈക്രോ USB-യിലോട്ട് ഞാൻ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തപ്പോൾ കണ്ടില്ല, അകത്തൊരു റെഡ് ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നുള്ള ഇൻഡിക്കേഷൻ ആണത്. ഇനി ഈ ബാറ്ററി ഡ്യുവൽ സൈഡ് ടേപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ സ്പീക്കറിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനുശേഷം നമ്മുടെ മൊഡ്യൂളിൽ നിന്ന് സ്പീക്കറിലോട്ട് വന്ന വയറിൽ നമുക്ക് നമ്മുടെ സ്പീക്കറോട് സോൾഡറിങ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്പീക്കർ പഴയ ഉണക്കാൻ അടച്ചു കൊടുത്തിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു സ്പീക്കർ എൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യാം. ഓൺ ചെയ്തു, ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. എന്നിട്ട് ഇതാണ് കേട്ടോ എൻ്റെ ബ്ലൂടൂത്ത്. ഞാൻ നേരത്തെ കണക്ട് ചെയ്തേക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് പെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫോണുമായിട്ട് പെയർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു നോൺ കോപ്പറേറ്റീവ് മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ നോൺ കോപ്പറേറ്റീവ് മ്യൂസിക് പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്യാം. വോളിയം കൺട്രോളൊക്കെ നമ്മുടെ ഫോണിൽ തന്നെ ഉള്ളു കേട്ടോ. കുഴപ്പമില്ല, ഒരു മോശമില്ലാത്ത ഔട്ടുണ്ട്. The storms we chase are leading us, and love is all we'll ever trust. ഈ ഒരു ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിലൊക്കെ പാട്ടൊക്കെ ഇട്ടുറങ്ങുന്ന ആൾക്കാരുണ്ട്, വലിയ സൗണ്ട് ഇല്ലാതെ. അങ്ങനെയുള്ള ആൾക്കാർക്കും പിന്നെ കഥകളൊക്കെ ഇട്ടുറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കും പിന്നെ റൂമിൽ അത്യാവശ്യം വോളിയത്തിൽ കേൾക്കണം, ഈ ഫോണിനെക്കാട്ടി കൂടുതൽ വോളിയത്തിൽ കേൾക്കണം എന്നുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു സ്പീക്കർ. അപ്പോൾ ഇത് ഞാൻ വളരെ ചിലവ് കുറച്ചാണ് പണിതെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വേറെ സോങ്സ് ഇട്ട് പ്ലേ ചെയ്യുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എൻ്റെ ചാനൽ എന്തായിട്ട് ഫോളോ ചെയ്യുക.